നിയമസഭാ തെരഞ്ഞെടുപ്പിലെ CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാണ്ട് 5 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ മാത്രമാണ് പ്രഖ്യാപിക്കാനുള്ളത്. അവിടങ്ങളിലൊക്കെ തന്നെ സ്വതന്ത്രരെയാണ് പാർട്ടി പരീക്ഷിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആകെ 86 മണ്ഡലങ്ങളിലാണ് CPM മത്സരിക്കുന്നത്. അതിൽ 75 ഇടങ്ങളിൽ CPM-ന്റെ സ്ഥാനാർത്ഥികൾ CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. ബാക്കി 5 ഇടങ്ങളിൽ സ്വതന്ത്രരും ബാക്കി 6 ഇടങ്ങളിൽ പൊതു സ്വതന്ത്രരുമാണ് മത്സരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ MLA ഒക്കെ ആയിരുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണി ചില അതൃപ്തികൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പരസ്യമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തനിക്ക് സീറ്റ് കിട്ടാത്തതിൽ ഉള്ള ഒരു നിരാശയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഒപ്പം തന്നെ സീറ്റ് കിട്ടാതെ പോയ മുസ്ലിം ലീഗിലെ മറ്റു ചില പ്രമുഖ നേതാക്കള്, ചാനൽ ചർച്ചകളിലെയൊക്കെ തന്നെ മുഖമായിട്ടുള്ള ഷാഫി ചാലിയം പോലെയുള്ളവരും അതൃപ്തിയിലാണ് എന്ന തരത്തിൽ ചില വാർത്തകൾ പരന്നു. ഈ വാർത്തകൾക്ക് പിന്നാലെ CPM ഓടുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പുകഴ്ത്തിക്കൊണ്ട് പ്രശംസിച്ചുകൊണ്ട് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള A വിജയരാഘവൻ പൊടുന്നനെ രംഗത്തെത്തുന്ന ഒരു കാഴ്ച കണ്ടു. അബ്ദുറഹ്മാൻ രണ്ടത്താണി ലീഗിന്റെ പ്രതിരോധ മുഖമായിരുന്നു. പാർട്ടി പ്രതിസന്ധിയിലായ ഘട്ടത്തിലൊക്കെ തന്നെ ചാനൽ ചർച്ചകളിൽ വന്ന് ലീഗിനെ പ്രതിരോധിച്ച ഒരു നേതാവാണ് അദ്ദേഹം. പ്രമുഖ നേതാവാണ്. അദ്ദേഹത്തെ തങ്ങൾ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചുവപ്പ് പരവതാനി പിരിക്കാനുള്ള ഒരു നീക്കം CPM-ന്റെ പരമോന്നത ബോഡിയായിട്ടുള്ള പൊളിറ്റ് ബ്യൂറോയിലെ അംഗമായിട്ടുള്ള മുതിർന്ന നേതാവ് A വിജയരാഘവൻ നടത്തുന്ന ഒരു പരമദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു. മാത്രവുമല്ല, അദ്ദേഹം ഒരു പടി കൂടി കടന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ തങ്ങൾ മലപ്പുറത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളെ വേണമെങ്കിൽ തങ്ങൾ പിൻവലിക്കാനും സന്നദ്ധരാണ്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതും തങ്ങൾ ചെയ്യാൻ മടിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ UDF-ൽ ഉണ്ടാകുന്ന ഈ അസംതൃപ്തി, UDF-ലെ സീറ്റ് വിഭജനത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പടലപ്പിണക്കങ്ങളൊക്കെ തന്നെ അത് പരമാവധി മുതലാക്കി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ തങ്ങൾ ഏത് വിധേനയും നടത്തും. അതിന് തങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ തങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിക്കേണ്ടി വന്ന സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വന്നാൽ അതും തങ്ങൾക്കൊരു വിഷയമല്ല. അത്തരത്തിലുള്ള നീക്കം പോലും തങ്ങൾ നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് A വിജയരാഘവനെ പോലൊരു നേതാവ് പരിഹാസ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരു കാഴ്ച കണ്ടത്. അദ്ദേഹം പ്രതീക്ഷിച്ചത് ഈ പറയുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഒപ്പം തന്നെ ഷാഫി ചാലിയും പോലെയുള്ള മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാക്കൾ സീറ്റ് കിട്ടാത്തതിലുള്ള അതൃപ്തി അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കി അവര് ഇപ്പോൾ തങ്ങളുടെ അടുത്തേക്ക് എത്തും. സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മത്സരിക്കാൻ സന്നദ്ധമാകും. അങ്ങനെയെങ്കിൽ മുൻപ് മലപ്പുറത്ത് പരീക്ഷിച്ച് വിജയിച്ച KT ജലീലിനെയൊക്കെ നിർത്തി പരീക്ഷിച്ച് വിജയിച്ചതുപോലെയുള്ള ചില നീക്കങ്ങൾ നടത്താം. അങ്ങനെ ലീഗിന്റെ പൊന്നാപുരം കോട്ടകളൊക്കെ തന്നെ തങ്ങളുടെ സ്വന്തം ചെങ്കോട്ടകളാക്കി മാറ്റാമെന്നുള്ള ഒരു വ്യാമോഹമൊക്കെ തന്നെ പെട്ടെന്ന് പൊട്ടിമുളച്ചു. ആ രീതിയിൽ ഒരു വലിയ സന്തോഷമാണ് A വിജയരാഘവന്റെ പ്രതികരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്നാൽ ആ പ്രതീക്ഷകൾക്കും സന്തോഷങ്ങൾക്കുമൊക്കെ കുമിളകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൊടുന്നനെ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉൾപ്പെടെയുള്ള നേതാക്കൾ, അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഷാഫി ചാലിയവും എല്ലാം തന്നെ പരസ്യമായിട്ട് ഈ നീക്കത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന് തങ്ങൾ എങ്ങോട്ടുമില്ല, ലീഗിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്, LDF-ന്റെ സ്ഥാനാർത്ഥിയാകാൻ തങ്ങൾ ഇപ്പോൾ സന്നദ്ധമല്ല, തങ്ങൾ അങ്ങോട്ടും വരുന്നില്ല എന്ന് തുറന്നു പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം, മലപ്പുറത്ത് ലീഗിന്റെ 25 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കഴിഞ്ഞ ദിവസം ലീഗ് പ്രഖ്യാപിച്ചത്. അതിൽ മലപ്പുറത്തെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12 മണ്ഡലങ്ങളിൽ ലീഗ് മത്സരിക്കുകയാണ്. അവിടങ്ങളിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. ആ മണ്ഡലങ്ങളൊക്കെ തന്നെ ലീഗിന്റെ ഉറച്ച കോട്ടകളാണ്. ആ കോട്ടകളിൽ എന്തെങ്കിലുമൊക്കെ തന്നെ വിള്ളലുണ്ടാക്കിക്കൊണ്ട് ലീഗിലെ അതൃപ്തരെ അല്ലെങ്കിൽ ലീഗിൽ നിന്നും ഏതെങ്കിലും വിമതരൊക്കെ തന്നെ ചാടി വന്നാൽ അവരെ വലവീശി പിടിച്ചുകൊണ്ട് അവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി അതിലൂടെ ലാഭം കൊയ്യാം, ലീഗിന്റെ സീറ്റുകളൊക്കെ തന്നെ പിടിച്ചെടുക്കാം എന്ന് പറയുന്ന ഒരു ദുരാഗ്രഹമാണ് CPM അവിടെ പ്രകടിപ്പിച്ചത്. എന്നാൽ അത് 8 നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അബ്ദുറഹ്മാൻ രണ്ടത്താണി തനിക്ക് ഉണ്ടായ പാർട്ടിക്കുള്ളിലുണ്ടായ ഒരു അതൃപ്തി, പാർട്ടിയുടെ ഒരു സ്ഥാനത്തിരണത്തിലുണ്ടായ ഒരു അതൃപ്തി താൻ പ്രകടിപ്പിച്ചത് മാത്രമാണ്. അല്ലാതെ പാർട്ടിക്കെതിരെ താൻ ഒരു നീക്കവും നടത്തത്തില്ല. താൻ മുസ്ലിം ലീഗുകാരനാണ്, ലീഗിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് രണ്ടത്താണി പറയുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഷാഫി ചാലിയും പ്രതികരിച്ചത്. തന്നെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ എല്ലാവർക്കും സീറ്റ് കിട്ടണമെന്നില്ല, ചില അത് കിട്ടാൻ ഭാഗ്യം കൂടി വേണം, അത് തനിക്കില്ലാതെ പോയി എന്ന് പറഞ്ഞ്
സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ താൻ പാർട്ടി വിടാനോ അല്ലെങ്കിൽ CPM-ലേക്ക് പോകാനോ അവരുടെ സ്ഥാനാർത്ഥിയാകാനോ തന്നെ കിട്ടില്ല എന്ന ഷാഫി ചാലിയെ മുഖത്ത് നോക്കി പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ CPM, പ്രത്യേകിച്ച് CPM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗം കൂടിയിട്ടുള്ള വിജയരാഘവൻ ഇളിഭ്യനായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. CPM അങ്ങനെ ഇപ്പോഴും ഏതാണ്ട് 5 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ ഇങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥികൾ ഊർന്നു വരുമോ അല്ലെങ്കിൽ പൊഴിഞ്ഞു വീഴുമോ എന്നൊക്കെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് പറയുന്ന മലപ്പുറം പോലെയുള്ള UDF-ന്റെ കോട്ടകളിൽ അവർക്ക് കടന്നു കയറാൻ യാതൊരു വഴിയും നിലവിലെത്തിയ സാഹചര്യത്തിലെ മലബാറിൽ അവര് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും മലപ്പുറത്ത് 2 സീറ്റുകൾ ഒപ്പിച്ചാൽ അവിടെ മുസ്ലിം ലീഗിൽ വിള്ളൽ വീഴ്ത്തി എന്നൊരു പൊതുബോധം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്നും മുന്നേറ്റം ഉണ്ടാക്കാം, എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കാം എന്നുള്ള ഒരു വ്യാമോഹമാണ് CPF-നുള്ളത്. എന്നാൽ അതൊന്നും തന്നെ ഇത്തവണ നടക്കാൻ പോകുന്നില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരത്തിൽ അവര് പല പാർട്ടികൾ UDF-ലെ പല പാർട്ടികളിൽ നിന്നും സ്ഥാനാർത്ഥികളെയൊക്കെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ ഒട്ടും കിട്ടാതെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ സ്വതന്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോട്ടൽ വ്യവസായികളെ ഒക്കെ പിടിച്ച് പേയ്മെന്റ് സീറ്റാക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളായി നിർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ ഒരു നേതാവിനെ NMR റസാഖ് എന്ന് പറയുന്ന ഒരു നേതാവിനെ അത് കാശ് മേടിച്ചുകൊണ്ട് ആ സീറ്റ് കൊടുത്തതാണെന്ന ഒരു ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള നീക്കമൊക്കെയാണ് CPM നടത്തുന്നത്. എന്തായാലും ഇന്നലെ ലീഗിൽ നിന്ന് 2 പ്രമുഖ നേതാക്കളെ വലവീശിപ്പിടിച്ച് സ്ഥാനാർത്ഥികളാക്കാം എന്ന് പറഞ്ഞ് കാത്തിരുന്ന CPM-ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ വിജയരാഘവൻ ഒരു അനവസരത്തിൽ നടത്തിയ ഒരു എടുത്തുചാട്ടം എന്ന് തന്നെ പാർട്ടി നേതാക്കൾ പോലും അത്തരത്തിലാണ് പറയുന്നത്. അതൊരു എടുത്തുചാട്ടമായി പോയെന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ പോലും ഉയരുന്നുണ്ട്. എന്തായാലും പൊതുസമൂഹത്തിന് മുന്നിൽ CPM നാണം കെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്.